കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, പ്രധാനമായും മധ്യ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു ക്ഷേത്രകലയാണ് ബ്രാഹ്മണിയമ്മ പാട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണിപ്പാട്ട്. ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് നമ്പീശൻ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ്. അവർ ബ്രാഹ്മണിയമ്മ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ പ്രാചീനമായ ഈ കലാരൂപം ദ്രാവിഡ കാലഘട്ടം മുതൽക്കേ കേരളത്തിൽ നിലനിന്നിരുന്ന ഒന്നാണ്. ഈ കലാരൂപം ശ്രീകോവിലിന് മുൻപിലെ മുഖമണ്ഡപത്തോട് ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഓട്ടുകിണ്ണത്തിൽ പിശാങ്കത്തി കൊണ്ട് കൊട്ടിയാണ് പാടുന്നത്. ഇതിൽ ഗണപതി സ്തുതിയോടെ പാട്ട് തുടങ്ങി പിന്നെ സരസ്വതി സ്തുതി പാടി പിന്നീട് പ്രധാന ദേവന്റെ കേശാദിപാദവും പാദാദികേശവും എല്ലാം പാടുന്നു. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി കോട്ടപ്പുറം മണ്ണത്തൂർകോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിരയ്ക്ക് അവതരിപ്പിച്ച ബ്രാഹ്മണിയമ്മ പാട്ടാണ്. മംഗള സിന്ധോ ഗണപതി ദേവാ ഞാൻ സ്തുതിക്കുന്നേൻ. അന്തണർവേദം കൊണ്ടും നന്ദി മിഴാവടി കൊണ്ടും ഗന്ധർവന്മാർ പാട്ടുകൾ കൊണ്ടും വാണികളാട്ടം കൊണ്ടും സേവകൾ തുന്തുകി കൊട്ടി ജയജയ ശബ്ദം കൊണ്ടും ദിക്കുകളൊക്കെ മുഴക്കും നേരമുഴറ്റൊടു നോക്കിയിരുന്നരുളിന പൂഷിക വാഹനമാതന്ദാനന ഗണപതി ദേവാ തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. സന്ധ്യാമുതലുടി ചിന്തും നിറവും തിരുമുടി തിങ്കൾ തെല്ലും തെളിവൊടു വിധിയും പൂവുണ്ടാവും പുരഹര നന്ദന പരമാനന്ദന ഗണപതി ദേവാ തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. ചന്തം തടവും മസ്തക തടവും കണ്ണുകളും ചെവികളുമായുകളും കൊമ്പും കയ്യഞ്ചും മുഴവയറൊന്നും തുടയും ചേവടിയും കൈകൂന്നേ ഞാൻ നന്മ വരുത്തുക നിർമ്മല ഗുണഗണ ഗണപതി ദേവാ തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേ. ചന്ദന്യൻ തേങ്ങാതേൻ മൃദൂകമപൂർവം മോദകവിഷ്ടകുളങ്ങൾ പഴങ്ങൾ ഫലങ്ങൾ കിഴങ്ങുകൾ നെയ്പാൽ എന്നിവയെല്ലാം കാഴ്ചകൾ വിളിച്ചു വണങ്ങുന്നോർക്കായി അഭിമതമരുളുക ഗണപതി ദേവാ തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേ. നളിന വിലോചന നാഭി നളിന സമുദ്ഭവനാകിയ നാൽമുഖദേവൻ നാനാലോകങ്ങളെയും നിരവധി നിർമ്മിപ്പതിനു തുടങ്ങുന്നാളിൽ തന്തിരുവടിതൻ കോമലമകളായി ചാരു പിറന്ന സരസ്വതി ദേവി തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. ഓത്തുകൾ കൊണ്ടും അതിങ്ങളിണങ്ങിയ വിദ്യകൾ കൊണ്ടും ദിവ്യജനങ്ങൾ കങ്ങിനിയൊന്നു ഗണിക്കരുതാത ചരിത്രമിയെന്ന സരസ്വതി ദേവി തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. മന്ദാരത്തിനു മന്ദത ചേർത്തണി ചന്ദ്രകരത്തിനു ചന്തമറുത്തു തുഷാരഞ്ഞറിറ്റു വിഷാദമയത്തി കർപ്പൂരത്തിനു മുച്ചൂടേറ്റി കാശശ്രീയൊഴുകേശി പൊരുതിയ ശ്രീ കൊള്ളും തിരുവയ്യഴകിൽ പൊന്നിറമാർന്ന സരസ്വതി ദേവി തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. മഹിഷ മഹാസുരമർദ്ദിനി എന്നും മലമകളെന്നും മംഗളദേവതയെന്നും മറ്റും ചൊല്ലപ്പെട്ടു വിളങ്ങിയിരുന്ന സരസ്വതി ദേവി തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. എതിരവയുടെ തഴകൊടുകാലും മുഖവും കഴുകി ധന്യമങ്ങളെ വിളൊരുക്കിനാൾ ശോധയോ ശില്പമിടുന്നൊരു മണിയറയിൽ ചെന്നത്ഭുതമായൊരു തത്വത്തിന്മേൽ ആനന്ദം പൂണ്ടറിൽ വസിക്കും തന്റെ മകനെ ലക്ഷണത്തിനാൾ ശോധയോ കാക്കുടനെ കോട്ടഴകൊടു കെട്ടി കാലിക്കൊണ്ട് നിറന്നൊഴുകുന്ന പുണ്യജലത്താൽ കരുകിൽ വന്നനെ ആദരവോടെ തുമ്പിച്ചാൽ ശോധയോ പേരാ പട്ടതു കൊണ്ടു വപ്പി കരുകിൽ വന്നനെ ചെറിയൊരു മഞ്ഞപ്പട്ട് തുമ്പിച്ചാൽ ശോധയോ അഞ്ജന ഭാസു തുടച്ചിട്ട് അഞ്ജനം കൊണ്ടങ്ങഴകിനോട് അഞ്ജന വർണ്ണനെ കാതോളം കണ്ണെഴുതിനാൾ ശോധയോ ഗോപീനന്ദനായ കുമാരന തിരുനെറ്റിമേൽ ഗോരോചന കൊണ്ടൊഴുകിയിട്ടാൽ ശോധയോ
ദേവഗീതനേ ദശപുഷ്പം ചൂടിച്ച് തെളിവോടെ വസുദേവാത്മനെ നമ്മുടെ വൈറൊഴിഞ്ഞാല് ശോധയോ വസുമതിയുങ്കൾ ചാരു പിറന്നൊരു മനമാലിക്ക് വൈകൊടുത്താല് ചോദയോ കണ്ണനും അവരോട് കൂടി നടക്കും പൈതങ്ങൾക്കും വെള്ളിക്കിണ്ണങ്ങളിൽ നിറയോളം വെണ്ണയുണഞ്ചോട് പാലും പഴവും മാതിച്ചു കൊടുത്താല് ചോദയോ ശ്രീകൃഷ്ണന് പുലിനഭവും കുഴൽമണി മോതിരവും വളയും തളയും പൊൻകിരിയും മനഞ്ഞാലും കൺകുടൽ കണിച്ചാല് ശോധയോ മാതാവാരി മാതൃതനാകിയ ശ്രീകൃഷ്ണന്റെ കായാമൂലിനെ വെല്ലും തിരുമൈ എപ്പോഴും മനസ്സിൽ തോന്നുക വേണമല്ലോ ദേവലോകമറിയുമ്പോൾ പിന്നെ ഇന്ദ്രന്റെ ബ്രഹ്മലോകമറിയുമ്പോൾ ഇന്ദ്രനാലുമേലിൽ സുഖം വേരി ഓരാനന്ദം വരുത്തതാകവേ കൂടിതൊറാകൂടിയതൊരു മംഗലമുണ്ടാമേ ഈരേഴു ജന്മത്തിനും ശ്രീക്കും മംഗലത്തിനും മുത്രക്കും വരികതല്ലോ ഭൂമയ്ക്ക് നാഴിയോ എന്തുകൊണ്ടറിയാം ഭൂമയ്ക്ക് നാഴിയോ മുത്തുകൊണ്ടറിയോ ഭൂമയ്ക്ക് നാഴിയോ മുത്ത് നമുക്കില്ലാതവരെന്തോ ചെയ്യോ നാൾ നാഴി നഗര നല്ല രീതി നാഴി നഗരൂജുള്ളൂ സ്വാമീന കൃത്വാ കൃഷ്ണ തുളസി പൂങ്കലാവും തളിരുകയോധൻ ഉമ്മയുടെ പൂങ്കയോധൻ ഒന്നപ്പൂവില്ലാത്ത കാലം ഇതിലെ പോ സ്വാമീമ എന്നവേരോടിയ മണ്ണിനേരടിയ ഭൂമയ്ക്ക് നാഴിയോ അത് കേട്ടൊരു മഹാപുരം ദേവി നീ മാതാൻ മുരറി എന്നെ കരപുക്കാലും നീ എന്നെ അറിഞ്ഞവൾ വീണോ എന്നെ കരഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് ഉമ്മയ്ക്ക് നാടി കഴിഞ്ഞ കണ്ണൻ ദേവിയവൾ ദേവി താനടിഞ്ഞു സാവിത്രി താനടിഞ്ഞു പിന്നെ വലം കയ്യാലൈ രാണി ഭൂമയ്ക്ക് നാടിയോ കമലളം കയ്യാൽ സുഭദ്രയും ഭൂമയ്ക്ക് നാടിയോ ഭൂമയ്ക്ക് നാടി കഴിഞ്ഞേ കറുകേ കറുകേ പാടാമാല ചെറുകറുകേ വെള്ളിമാൻ കല്ലിന്മേൽ മണ്ണിന്മേൽ പിളർന്നീരയോ വീശി നടക്കലുകൾ പൂന്നല്ലോ ചാച്ചു കഴിയാലുകൾ നീരല്ലോ ഇതേഴു വെള്ളികളിൽ മികളന്നല്ലോ നല്ലാ പോലെ ചെന്നല്ലോ ബ്രാഹ്മണർക്കൊരു പൂവം പണ്ണി അതിരാവിന്റെ താണ്ടി അരിയളപ്പോളികൾ കൊടുത്തേ അരിയളപ്പൂ തളപ്പോളികൾ കൊടുത്തേ കാശളപ്പൂ വൈശ്രവണൻ വിശാളപ്പൂ ചിന്തേവി നന്നയ്ക്ക് മുത്തളപ്പൂ നല്ലൊരു ബ്രാഹ്മണരെതിരെയവർ കാലി കഴുകി ആരംഭിച്ച മന്ത്രത്താൽ ചൊല്ലി കടുതേ ഫലംബരീത സത്യവാൻ ദേവി സാവിത്രി മന്ത്രത്താൽ ചൊല്ലി കടുതേ ഫലംബരീത നാരായണൻ ദേവി തിരുദേവി മന്ത്രത്താൽ ചൊല്ലി കടുതേ ഫലംബരീത കണ്ണൻ ദേവി മന്ത്രത്താൽ ചൊല്ലി കടുതേ ഫലംബരീത സ്വർഗത്തിൽ പത്നിമാരും ചൊല്ലി കടുതേ ഫലംബരീത ദേവി ഞാൻ പാദം വണങ്ങി തൊഴുതീനെ പൂരമോയി നിന്നുകൊണ്ട് നേരാനാകോ തൊഴിമാരെ കൊണ്ടുമാരെ കൊണ്ടുമാരാടുവാൻ പൊന്മേനി പോലും മേലെ കാനക്കട്ടിലവൾ വഴിയോടെ പത്ത് പിടിച്ചാറാട്ട കുടുമണലിൽ മേച്ചെന്ന് വീതോ ആടെയുമെല്ലാം വാങ്ങുമോ കണക്കി വെച്ച് പോകാൻ ഉയക്കലങ്കാരം തുടിക്കവേ ഉയക്കലങ്കാരം വതയ്ക്കവേ ആരീരാമുക്ക് വന്നു തവൻ ചെയ്യുന്ന പിള്ളരിവൾ മാമകളൻ മകൾ ശ്രീ ദുർഗാദേവിയും തോഴിമാരും പഞ്ഞിതല്ലോ കൂടോ നീരാടുവാൻ ഞാൻ കുടിച്ചവളോ പുതുമണലിന്റെ ഇവൻ വീട്ടവളോ ഇണത്തോയില ചെറിയം വളച്ചിവൾ പോതിരുന്നോണ്ട ഇവരും തങ്ങളിലെ ഉപചാരം എന്റെ ഉപചാരവും കഴിഞ്ഞ തൻകോവിലകത്തു മുക്കാൽ പെൺകോഴിയോ പങ്കുടി ഉത്തരത്തുന്നാൽ പുനരവേ തന്റെ മണ്ഡപത്തിലിരുന്ന് വെളുത്തുനാൾ വഴിക ഉരക്കൊടുന്നതിനെ ഫലം വരിക ഞാൻ പാദം വണങ്ങി ഇനി അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട പാർവതി സ്വയംവരം ചൊല്ലുകയാണ്. ശിവനും പാർവതിയും വിവാഹ സമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് ഇതിലൂടെ നമ്മൾ ചൊല്ലുന്നത്, സ്തുതിച്ചു പോരുന്നത്. ഇതാണ് ഈ ശിവന്റെ അമ്പലത്തിലെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട വഴിപാട്. വിവാഹം കഴിയാനും വിവാഹം കഴിഞ്ഞവർ എല്ലാ സൗഭാഗ്യത്തോടും ഇരിക്കാനും എല്ലാത്തിനും കേൾക്കാനും ഒക്കെ നല്ലൊരു പറ്റിയൊരു സ്തുതിയാണത് ശിവപാർവതി സ്വയംവരം.
അക്കാലത്ത് ഹിമവാനാകാവിന്റെ വസതി പുസ്തകത്തിങ്കലെല്ലാം ഒരേട മുടിയാതെ തോരണങ്ങൾ നാട്ടി കുന്നുകൾ ഒന്നിയും തുടങ്ങിയല്ലോ, കുടിമരങ്ങൾ നാട്ടി കൂടകൾ തൂക്കി തുടങ്ങിയല്ലോ. പട്ടുചേലകളെ കൊണ്ട് പരിധി വിധാനിച്ച് പടിവളക്ക് വളർത്തി രത്നങ്ങളെ കോരി നിർവറവിച്ചും തുടങ്ങിയല്ലോ. ചന്ദ്രമണ്ഡലം പോലെ വിളങ്ങുന്ന പെരിത്തളികളിൽ കുത്തുകളെ കോരി വെള്ളരി വെച്ചും തുടങ്ങിയല്ലോ. അക്കാലത്ത് വിധിന്റെയും വിഷ്ണു ഭഗവാന്റെയും കയ്യും ഉപയോഗിച്ചിട്ട് ആത്മനിമർന്ന് ഇന്ദ്രാതിരവളോടുകൂടി വിവാഹഭവനത്തിങ്കലം മാറി ഉണ്ടടിയല്ലോ ഭഗവാനോ. കാലത്ത് മംഗല്യ സ്ത്രീകളാകാവിനെ വിളക്കും കാലത്തിലരിയും അഷ്ടമംഗല്യവും കുംഭാകയുണ്ട് എന്ന് ഭഗവാനെതിരേറ്റ് തൂട്ടന്മാർ കൊണ്ടുപോവല്ലോ. അങ്ങനെ മെതിരിമേൽ കൂടി നടന്നിട്ട് തൂട്ടിച്ചെന്ന ആവണമേലന്മാർ നോക്കിയിരുന്നരുളി ഭഗവാനോ. ഭഗവാന്റെ തിരുമുണ്ടിലമ്മാർ ചെന്നിരുന്നാനേവാനോ. എൻ മകളെ വേൾക്കാൻ പെരിയ പെരിയ കുടിക്കേ എന്ന് ഭഗവാന്റെ വലത്തുകൈ തൊട്ട് ചൊല്ലിനാനേവാനോ. അതമ്മയോ എന്ന് ചൊല്ലി വിവാഹത്തിന് കുളിപ്പാൻ അവിടെ നിങ്ങൾ ഈ ഭഗവാനോ. അക്കാലത്ത് മംഗല്യ സ്ത്രീകളാകാവിന്റെ കന്യകയെ കാപ്പുകെട്ടി കലശികരിച്ച് പാർവതിയെ പെരിയഴകുതായി കുളിപ്പിച്ചലങ്കരിച്ചാർമാരോ. ഒരാട കൊണ്ടടിമുടി നിവർത്തി നല്ലൊരു വസ്ത്രം കൊണ്ട് കന്യാവിനെ കുളിപ്പിച്ചാർമാരോ. തോൾവള കടകമുടഞ്ഞാൽ നൂപുരം മോതിരം മണിക്കുണ്ടലം പൊന്മാല കാലി എന്നുവേണ്ട ദിവ്യാഭരണങ്ങളെ കൊണ്ട് കന്യാവിനെ അലങ്കരിച്ചാർമാരോ. കോഴിമാർ കൊടുത്ത മണിക്കണ്ണാടിയും ശരക്കോലും അനുഭവിച്ചുകൊണ്ടാലേ പാർവതിയോ എന്നു വേണ്ട പാർവതിക്ക് അറിയാവേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യിച്ചുകൊണ്ടാലേ തോഴിമാരോ. അന്നേരത്ത് ഭഗവാൻ കുളിച്ചു വന്ന് ഇറമെടുത്ത് കാലുകടിയാതെ വെച്ച് അകത്തുകൂട്ടിയെന്ന് ആവണമേലമാർ കിഴക്കു നോക്കിയിരുന്നരുളി ഭഗവാനോ. അന്നേരത്ത് ബ്രഹ്മൻ തിരുവടി അകത്തിയെന്ന് പുണ്യാഹത്തിനൊരുക്കി തുടങ്ങിയല്ലോ. അകത്ത് പുണ്യാഹം കേട്ടേ പുറത്തു പുണ്യാഹം തുടങ്ങാവൂ. അങ്ങനെ അകത്തും പുറത്തും പുണ്യാഹവും തുടങ്ങിയല്ലോ. പുണ്യാഹം കഴിഞ്ഞ വാറെ യക്ഷബലി തൂരി ഭഗവാനോ. പന്നകാഭരണം ഇരിപ്പാനായിട്ട് നല്ലോരിടത്തപീഠം നടുമിറ്റത്ത് കൊണ്ടേന്ന് വെച്ചുവല്ലോ. വൈദിക്ക് ശക്തി നടപ്പാനായി തിരുമിതിയടി കൂടിയെന്ന് വെച്ചുവല്ലോ. പിന്നെ കരിപ്പടക്കയറും നൂലും കൂട്ടി പിരിച്ചു ഭഗവാന്റെ വലങ്ങയിലെ ഗുണതണ്ട് പിടിച്ചുകൊണ്ട് നടുമിറ്റെത്തിയെന്ന് പീഠത്തിന്മേലമാറ് കിഴക്കു നോക്കിയിരുന്നരുളി ഭഗവാനോ. അന്നേരത്ത് അടിയാർ ചെന്ന് ഭഗവാനെ കാനക്കുടമുഴിയൂതം ചെയ്തുവല്ലോ. അന്നേരത്ത് ഭഗവാന്റെ കാൽക്കലമാർ ചെന്ന് അഭിവാദ്യം ചെയ്ത അനീമാനോ. ഭഗവാനും തലയിൽ തൊട്ടവൻ ആശിസ്സുയല്ലോ. തന്നിരുവടിയുടെ അകത്തുനിന്നല്ലോ ഞാനും അകത്തുനിന്നല്ലോ വിഷ്ണു ഉണ്ടായി ദേവാമ. അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ ഇവൾക്ക് ഉടപ്പിറന്നവനായിട്ടും വന്നു ദേവാമ. എന്നാൽ ഉടപ്പിറന്നവൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെല്ലാം വിഷ്ണുവിനെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടെന്നരുളി ചെയ്താനേ ബ്രഹ്മൻ തിരുവടിയോ. വിഷ്ണു ഭഗവാനെ കൊണ്ട് കാലുകടിയിച്ച് ഭഗവാന്റെ കലത്തുതിട്ട് പാദോദരത്തെ കൊണ്ട് ഹിമവാനും ബ്രഹ്മനും വിഷ്ണുവും തങ്ങളുടെയും കർത്തങ്ങൾ ധരിച്ചുവല്ലോ. മറ്റുള്ള ദേവകളും തങ്ങളുടെയും കർത്തങ്ങൾ ധരിച്ചുവല്ലോ. പിന്നെ മന്ത്രകോടി വാങ്ങിഞ്ഞു പിന്നാലെ ദേവകളോ. പരമേശ്വരൻ കുളിപ്പാൻ പാർവതിയെ കൊണ്ട് മന്ത്രകോടി തൊടുവിച്ചു കൊണ്ടുപോകുന്നുവല്ലോ. പാർവതി കുളിപ്പാൻ പരമേശ്വരനെ കൊണ്ട് മന്ത്രകോടി തൊടുവിച്ച ശേഷം തോഴിമാർ കയ്യിൽ കൊടുത്താനേ ദേവകളോ. കൊണ്ട് ഉദരീയമിട്ടാനേ ഭഗവാനോ. പാർവതിയെയും മന്ത്രകോടി കുടിപ്പിച്ചൊന്നുകൊണ്ടവളെ കൂടിയതോ. അന്നേരത്ത് ഭഗവാൻ കാലുകളിയാതെ വെച്ച് പൂർണ്ണെടുത്ത് ഉമ്മറത്തെന്നാണ്ട് തനിക്ക് വേണ്ടെന്ന് അർത്ഥവും കൊടുത്ത് അകത്ത് എന്ന് കിഴക്കു നോക്കി തല്ല മൂന്നിയിരുന്നരുളി ഭഗവാനോ. പിന്നെ വിധിക്കു തക്കവണ്ണം പാർവതിക്ക് പൊന്നണി ഊതം ചെയ്തുവല്ലോ. അന്നേരത്ത് പാർവതിയെ കൊണ്ട് 1000 ഊതം ചെയ്തുവല്ലോ. അപ്പോൾ അടിയാരെന്ന് കന്യാവിനെ 1000 ഊതം ചെയ്തുവല്ലോ. പിന്നെ പൂർണ്ണചന്ദ്രമുഖിയായിരിക്കുന്ന പാർവതിയോടും അതേ പരിഹരിച്ചനന്തരം മൃതപൂർവം കഴിഞ്ഞ് അവിടെ ഇരുന്ന് പല ദാനങ്ങളും കൂട്ടദാനങ്ങളും ചെയ്തരുളേ ഭഗവാനോ. അവിടെ നിന്നെണീറ്റ് ഭഗവാനും പാർവതിയും തങ്ങളിൽ അന്യോന്യം പുനദർശനം ചെയ്തു. പിന്നെ മന്ത്രപൂർവമാവണ്ണം ദർഭ കൊണ്ട് കന്യാവിന്റെ ഭൂമിയിൽ നിന്ന് അടിയോളം ഉന്നരുളി ഭഗവാനോ. പിന്നെ പാർവതിയുടെ വലങ്കയുടെ പെരുവിരൽ തൊടാതെ കുത്തിപ്പിടിച്ച് മന്ത്രം ചൊല്ലി പാണിഗ്രഹണം ചെയ്തരുളി ഭഗവാനോ. കൈവിടാതെ ഏഴടി നടന്ന് പാർവതിയെ വലത്തുഭാഗത്താക്കി നിലം തൊട്ട് മന്ത്രം ചൊല്ലി നിലം കഴുകി ശകലമിട്ടരുളി ഭഗവാനോ. കുത്തിത്തളിച്ച് മണലിട്ട് കയറി മുടിച്ച് മന്ത്രം ചൊല്ലി തീയിട്ടുകൊണ്ടരുളി ഭഗവാനോ. പിന്നെ പാർവതിയുടെ കരാങ്കുലികൾ 5 കുത്തിപ്പിടിച്ച് മന്ത്രം ചൊല്ലിക്കൊണ്ട് 2ാം പാണിഗ്രഹണം ചെയ്തരുളി ഭഗവാനോ.
പാർവതിക്ക് കേൾക്കുമാറുള്ളൊക്കെ മന്ത്രങ്ങൾ ചൊല്ലിയല്ലോ ഭഗവാനോ. പിന്നെ കന്യാവിന്റെ ഹൃദയം തൊട്ട് മന്ത്രങ്ങൾ ചൊല്ലിയല്ലോ ഭഗവാനോ. കന്യാവിന്റെ കയ്യിൽ വലിയ ഉപസ്തരിച്ച് പുറന്നവൻ ഭാര്യ കൊടുത്ത കൈക്കുടന്ന് നിറച്ച് പിന്നെയും ഉപസ്തരിച്ച് പാർവതിയെ കൊണ്ട് ഇതുപോലെ രാജകോമം ചെയ്തരുളി ഭഗവാനോ. അങ്ങനെ ഇടയിലിടയിൽ പാവകദേവനെ പ്രദക്ഷിണം വെച്ച് അംബികയെ കൊണ്ട് അമ്പിയെ ചവിട്ടി തിരുവരുമായി തന്നിയുടെ മുമ്പിലമ്മാറുവല്ലോ. അവിടെ ഇരുന്ന് പല ദാനങ്ങളും കൂട്ടദാനങ്ങളും ചെയ്തരുളി ഭഗവാനോ. എന്നവും ബ്രഹ്മദക്ഷിണയും ചെയ്തരുളി ഭഗവാനോ. ഹോമങ്ങൾ ഓരോന്നും ക്രമത്താൽ ചെയ്തരുളി ഭഗവാനോ. ഹോമം വിളിച്ചു പുരോഹിതന് ചടങ്ങ് ദക്ഷിണയും ചെയ്തിട്ട് ഉപാസനവും കാച്ചിക്കൊണ്ടരടി ഭഗവാനോ. പിന്നെ പാർവതിയെ പിതാവിന്റെ മടിയിലമ്മാർ കൊണ്ടിയെന്നിരുത്തി കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് അങ്കോളത്തിൽ കയറ്റി ശ്രീ കൈലാസപർവ്വതം എണ്ണി തുടങ്ങിനാളേ ഭഗവാനോ. അക്കാലത്ത് മംഗല്യ സ്ത്രീകളാകാവിനെ കിളപ്പും കാലത്തിലടിയും കഷ്ടമംഗല്യവും വാകയെ കൊണ്ടിയെന്ന് ഭഗവാനെ എതിരേറ്റി തൂട്ടമ്മാർ കൊണ്ടുവല്ലോ. അങ്ങനെ അകത്തൂട്ടിയെന്ന് നാമീമുഖം പ്രായശ്ചിത്തവും ചെയ്തിട്ട് ഉപാസനവും കേട്ടുകൊണ്ടരടി ഭഗവാനോ. പിന്നെ വിരുത്തോരിട്ട് ദീക്ഷ വിരിച്ച് 3 ദിവസം ഉത്സവമാഘോഷിച്ച് 4-ാം ദിവസമെതിരവേ കോടി വിടുത്ത് തോൽമടക്കി കുടുകുടി കല്യാണമാടൂതീതോ. പിന്നെ പെരിയഴകിയൊരു മുഹൂർത്തം കൊണ്ട് വെള്ളിയുടെ ശേഷവും പഞ്ചമേഹനിയും ദശമേഹനിയും ദശപൂർണമാസവും 12 രാത്രിയും കഴിഞ്ഞതാകിയല്ലോ. പിന്നെ ശ്രീ മഹാദേവൻ തിരുവടിയും ശ്രീ മഹാദേവിയും ശ്രീ കൈലാസത്തെ സ്തുതിച്ചുപൂതം ചെയ്തുവല്ലോ. പിന്നെ ശ്രീ മഹാദേവൻ തിരുവടിയും ശ്രീ മഹാദേവിയും ശ്രീ കൈലാസത്തെ സ്തുതിച്ചുപൂതം ചെയ്തുവല്ലോ.